CMRL എക്സാലോജിക് ഇടപാടിലെ രണ്ടാം റെയ്ഡിനു പിന്നാലെ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഇഡി നീക്കം. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ്, CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിൽ എന്നിവരെ ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. വീണയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം. വീണ പാർട്ട്ണറായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ഷെൽ കമ്പനി എന്ന സംശയത്തിലാണ് ഇഡി. കമ്പനിയുടെ മറ്റൊരു പാർട്ട്ണറായ അനീസ് കൊടമ്പിയ തറക്കലിനെയും വിശദമായി ചോദ്യം ചെയ്തേക്കും. അതേസമയം ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യാൻ തയ്യാറാണെന്ന് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ പുതിയ സ്ഥാപനമല്ലെന്നും കമ്പനിയുടെ വിശദാംശങ്ങൾ തന്റെ തിരഞ്ഞെടുപ്പ് നോമിനേഷൻ ഉണ്ടെന്നും റിയാസ് പറഞ്ഞു. ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ റെയ്ഡുകൾ നടന്നു. കോഴിക്കോട് റെയ്ഡ് നടന്നു. റെയ്ഡിൽ ഒന്നും തന്നെ നിയമവിരുദ്ധമായ ഒരു കാര്യം തന്നെ കിട്ടിയില്ല. തിരുവനന്തപുരത്തും കിട്ടിയില്ല, കോഴിക്കോടും കിട്ടിയില്ല. വീണ ഇതാ ഒരു പുതിയ സ്ഥാപനം ലേക്കർ എന്ന സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നു. അതൊരു പുതിയ സ്ഥാപനമൊന്നുമല്ല. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നോമിനേഷൻ പേപ്പർ നോക്കിയാൽ മതി. അപ്പോൾ ഈ വിഷയം രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഞാനും ഇതുകൊണ്ടാകെ ഭയപ്പെട്ട് ഓടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയുണ്ട് ചില MLA മാർ കൈപ്പത്തിയിലും മറ്റുമൊക്കെ ജയിച്ചിട്ട് ED-നെ പേടിച്ച് BJP ആയവർ. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്നും. സഹിൻ, രണ്ട് കാര്യങ്ങൾ. അത് ഒന്ന്, ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ 2 തവണ ED റെയ്ഡ് നടത്തുന്നു. അതിന്റെ ഭാഗമായി ഒന്നും കിട്ടിയില്ല. പക്ഷേ അതിന്റെ ഭാഗമായി ലഭിച്ച ഡയറിയിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന പേരുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നിലവിൽ ഇത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുവാൻ വേണ്ടി ED തീരുമാനിക്കുന്നത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തൊക്കെയാവും ഈ അന്വേഷണ പരിധിയിൽ വരിക? അതായത് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട അതൊരു ഷെൽ കമ്പനിയാണെന്നുള്ളൊരു സംശയം ഈ ഘട്ടത്തിലുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് അത്തരമൊരു ഒരു സംശയം ഉൾമുനയിൽ അതിനെ ED നിലവിൽ നിർത്തുന്നത്? മറ്റൊന്ന്, റിയാസിൻ്റെ സുഹൃത്തുക്കൾ, മറ്റ് വീണയുമായി ബന്ധപ്പെട്ട മറ്റാളുകൾ, ഇവരിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ ED എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുന്നത്? ഏതൊക്കെ കാര്യങ്ങളാണ് ലക്ഷ്യം വയ്ക്കുന്നത്? ഷാമിലി, പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, വീണയുമായിട്ടുള്ള റിയാസിന്റെ സാമ്പത്തിക ഇടപാടുകൾ, റിയാസിനെ ഈ കേസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുമായി വീണയ്ക്കുണ്ടായ സാമ്പത്തിക ഇടപാടുകൾ, ഈ പണം എങ്ങനെയാണ് എത്തിയത്? 15,67,000 രൂപയായിരുന്നു ലേക്കർ ഇന്ത്യയുടെ പേരിലുണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിപ്പിച്ചത്. ഇതൊരു ഷെൽ കമ്പനിയാണെന്നുള്ള നിഗമനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം കോഴിക്കോട് ആസ്ഥാനമായിരുന്നു കമ്പനി പ്രവർത്തിക്കുന്നതെന്നുള്ള അഡ്രസ്സാണ് കൊടുത്തിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു അഡ്രസ്സിൽ കമ്പനി പ്രവർത്തിക്കുന്നില്ല, ഇതൊരു ഷെൽ കമ്പനിയാണ് എന്നുള്ളൊരു നിഗമനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിച്ചേർന്നിരിക്കുന്നു. കൂടാതെ മറ്റൊന്ന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിന്റെ പാർട്ണറായിട്ടുള്ള അനീസ് കുടുംബത്തിനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ലേക്കർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുകയാണ്. എന്തായാലും വിശദമായ ഒരു പരിശോധനയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഇതിൽ ഏതെല്ലാം തരത്തിൽ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകളുടെ ഇടപെടലുകൾ, വീണയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുകയാണ്. കൂടാതെ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ കൂടി ചോദ്യം ചെയ്യാൻ, നിഖിലിനെ കൂടി ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി മേഖലകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ പരിശോധനകൾ വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ പരിശോധനകൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ലേക്കർ ഇന്ത്യക്ക് പുറമെ CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതിലൊരു അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. ആ രീതിയിൽ തന്നെയാണ് 3 തവണ പരിശോധന നടത്തിയത്. ഇതിനിടയിൽ വീണയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു ഡയറി ലഭിക്കുന്നു. ആ ഡയറിയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തുടർ പരിശോധനകളിലേക്കും ആളുകളിലേക്കും ഈ അന്വേഷണം വ്യാപിക്കുന്നത്. ഇന്നലെ കോഴിക്കോട് നടത്തിയ പരിശോധനയും ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഷാമിലി വിലയിരുത്തേണ്ടത്.